ഹായ് ഹലോ എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതൊരു അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 34 ഇഞ്ചിൻ്റെ ഒരു ഷവോമിയിലെ അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിമിംഗ് മോണിറ്ററാണ്. അപ്പോൾ സൂപ്പർ മോണിറ്ററാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, അടിപൊളിയായിട്ടുള്ള സൂപ്പർ മോണിറ്ററാണ്, കർവ് മോണിറ്ററാണ്. അപ്പോൾ വീഡിയോയ്ക്ക് മുമ്പ് ആദ്യം പറ്റും നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ബെല്ലൈക്കൻ ആളേക്കുന്നത് മറക്കുക. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ അവസാനം കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന മറന്നു, ലൈക്ക് തന്നെ കാണുക. നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചില പ്രചോദനം. അപ്പോൾ നമ്മൾ നീട്ടുന്നില്ല, നേരെ ക്വിക്കായിട്ട് അൺബോക്സ് ബാക്കിയുള്ള കാര്യങ്ങൾ നേരെ വീഡിയോയിലേക്ക്. ഇപ്പോൾ നമ്മളിവിടെ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എന്തൊക്കെ സാധനം കിട്ടിയെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എടുക്കാൻ പോണത് അതിൻ്റെ സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് നമുക്ക് ഹോൾഡ് ചെയ്യാനും പറ്റും, അതിനൊക്കെ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടൊരു സ്റ്റാൻഡാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. രണ്ടാമത് ഇപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെയാണ്. അതായത് അതിൻ്റെ പവർ കേബിൾ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ HDMI കേബിൾ, പിന്നെ ബോട്ടത്തിൻ്റെ അതിൻ്റെ സ്റ്റാൻഡ്, നമ്മൾ അടിയിൽ വെച്ച് വിറ്റിയുള്ള സ്റ്റാൻഡ്, അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇപ്പോൾ കമ്പനി തന്നിരിക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഈ തുറക്കുമ്പം ഇവിടെ ഈ കാണുന്നതാണ് നമ്മളെ കർവ് 34 ഇഞ്ചിൻ്റെ MIയുടെ മോണിറ്റർ. പിന്നെ എൻ്റെ പേപ്പറും ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ തുറക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ അതിൻ്റെ ബേസ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നത്. ക്ലിപ്പ് ടൈപ്പാണ്. ജസ്റ്റ് പിടിച്ചിട്ട് താഴോട്ട് ക്ലിപ്പ് ചെയ്താൽ മാത്രം മതി. ഇതതിൻ്റെ പവർ ബട്ടണും മെനു ബട്ടണും എല്ലാം കൂടെ ആ ഒരു ബട്ടൺ തന്നെ. പിന്നെ ഈ കാണുന്നത് നമ്മളെ കേബിൾ കണക്ട് ചെയ്യാനുള്ള നല്ല കർവായിട്ടുള്ള മോണിറ്ററാണ്. അതിനൊക്കെ അതിൻ്റെ സെൻറ്ററിൽ കാണുന്നത് അതിൻ്റെ നമ്മളതിൻ്റെ HDMI കേബിൾ കണക്ട് ചെയ്യാനുള്ളതാണ്. നമ്മളതിൻ്റെ ബേസ് കണക്ട് ചെയ്യാനുള്ള അതിൻ്റെ സ്റ്റാൻഡ് കണക്ട് ചെയ്യാനുള്ള ഭാഗം നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്, ബ്ലാസ്റ്റ് ഊരി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ താഴത്തെ ഈ കവർ ഊരി എടുക്കുമ്പം നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ പവർ, പിന്നെ 2 HDMI 2 DP ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ആക്സ് ഔട്ട്പുട്ട് എല്ലാം ഉണ്ട്. നമ്മൾ ഹെഡ്ഫോണൊക്കെ വയ്ക്കുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റും. ആ കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ബേസിട്ട് ടൈറ്റ് ചെയ്യാനുള്ള അതിൻ്റെ സ്ക്രൂവും അതിൻ്റെ ഒരു ടൂൾസ് സ്റ്റാറിൻ്റെ ഒരു ടൂൾസുമാണ് അതിരിക്കുന്നത്. ബേസ് നമ്മളിവിടെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഹോള് കാണാം. അതിലൊരു ചെറിയ ഗ്രൂ ഉണ്ട്. ആ സെൻറ്ററിലെ ഗ്രൂ കണക്കാക്കി ഇത് കണക്ക് വെച്ചിട്ട് 4 സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഇട്ട് അങ്ങ് ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഇതാണ് അതിൻ്റെ കൂടെ കിട്ടിയേക്കുന്നത് നമ്മളെ ടൂൾസ് സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ ടൈപ്പാണ്. ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് സ്റ്റാർ ഇട്ടങ്ങ് ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ബേസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബേസ് നമ്മളെ മോണിറ്ററോട്ട് കണക്ട് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആ മേലെ നിങ്ങൾക്ക് 2 കൊങ്കിണക്കിനെ വളഞ്ഞിരിക്കുന്ന ഭാഗം മോണിറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ട് താഴോട്ട് പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രസ്സായി ക്ലിപ്പായി വീഴുക ചെയ്യണം. നിങ്ങൾ ഇവിടെ ആണ് ഞാൻ പറഞ്ഞാൽ ഈ 2 സൈഡിൽ ഇത് കറക്റ്റ് മേലോട്ട് പ്രസ് ചെയ്ത് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അത് പ്രസ്സായി വീഴും. അതിൻ്റെ അകത്ത് സീറ്റ് കറക്റ്റ് ക്ലിപ്പിങ്ങിൽ വീഴും. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇത് കണക്ക് ഫ്രണ്ട് ഒന്ന് താഴോട്ടൊന്ന് കുറിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് താഴോട്ട് പ്രസ് ചെയ്താൽ മതി. ഇതേ കണക്ക് ഇപ്പം പ്രസ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് സീറ്റിംഗ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ ഇതാണ് പവർ ബട്ടണും മെനു ബട്ടണും എല്ലാം അത് തന്നെ. നമ്മൾ മോണിറ്റർ അവിടെ സെറ്റായി അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഗെയിമിങ്ങിനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു കർവ് മോണിറ്ററാണ് 34 ഇഞ്ചിൻ്റെ MIയുടെ. ഇനി നമുക്ക് ഇത് അവിടെ നമ്മളെ മോണിറ്റർ നമ്മളെ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന്, അതായത് നമ്മളെ ടേബിളിൽ ഓഫീസ് ടേബിളിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക. നിങ്ങൾ ഇവിടെ കാണാൻ ഇത് കണക്ക് ഇത് താത്തി വയ്ക്കാൻ പറ്റും. അത് കണക്ക് ജസ്റ്റ് ഒന്ന് കൈയിട്ട് എടുത്താൽ ഇത് അതേ കണക്കിന് പൊങ്ങി നമ്മൾ ഹൈറ്റ് എത്ര നമുക്ക് വേണം ആ ഹൈറ്റ് അനുസരിച്ച് വയ്ക്കാൻ പറ്റും. അതിനൊക്കെ മേട്ടും താഴോട്ടും ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇനി അത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഗ്ലൈറ്റിംഗ് കൂടെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത് ബെല്ലൈക്കൻ ആൾക്കാർ മറക്കണ്ട. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലൈക്കും ഷെയറും കൂടെ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ നല്ല വർക്കാൻ വേണ്ടി വീണ്ടും അടുത്ത വീഡിയോ കാണാം.